മോദി എന്ന് പറയുന്നൊരു ഗ്ലോബലായിട്ടൊരു നേതാവ് ഉയരുമ്പോൾ, അപ്പോൾ എത്രമാത്രം ഉയർച്ചയിലോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഗ്രൗണ്ട് റിയാലിറ്റി, ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ പോകുന്നത്. ഇതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യക്കകത്തെ പ്രശ്നം തന്നെ എടുക്കാം. BJPക്കകത്ത് വലിയ പ്രശ്നമാണ്. ഓൾറെഡി അതിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തോൽവിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാർലമെൻറ്റിൽ ഡിഫീറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, തോറ്റ പ്രധാനമന്ത്രി അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് ഇന്ത്യയിൽ. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അതിനകത്ത് പിന്നീട് മോദി അവിടെ പ്രസംഗിക്കുമ്പോൾ, അതായത് ഈ ജോയിൻ്റ് ഈ സ്പെഷ്യൽ സെഷൻ കൊണ്ടുവന്നിട്ട് അവിടെ തോറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ മോദിക്ക് എങ്ങനെ തല ഉയർത്തി നിന്ന് പ്രസംഗിക്കാൻ സാധിക്കും? അതായത് തലയുള്ള മോദി തലയില്ലാത്ത മോദിയായി മാറി, ചിക്കൻലെസ് സ്റ്റേറ്റ് പോലെ ആയിപ്പോയി. കാരണം ഒരു കാരണവശാലും ഒരു പ്രധാനമന്ത്രി ഇതേപോലെ അബദ്ധം കാണിക്കത്തില്ല. അതേപോലുള്ള ബ്ലണ്ടർ അബദ്ധമാണ് മോദി കാട്ടിക്കൂട്ടിയത്. അത് ഇന്ത്യയുടെ ഇമേജ് ഗ്ലോബലി അത് വല്ലാത്ത രൂക്ഷമാക്കും. അതേപോലെ പ്രതിപക്ഷ പാർട്ടികളിലെ അറ്റാക്ക് ഡൊമസ്റ്റിക്കായിട്ട് നല്ല രീതിയിലുണ്ടാകും. മനസ്സിലാക്കുക, നല്ല രീതിയിൽ ഈ അറ്റാക്കിനെയൊക്കെ അതിജീവിക്കാൻ മോദിക്ക് കഴിയുമില്ലെന്നുള്ളതൊക്കെ വരാനുള്ള ദിവസം. കാരണം ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്ന 8:30 എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് പറയാൻ പോകുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടങ്ങ് പോകും. ചിലപ്പോൾ രണ്ടും കേട്ട് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ഇലക്ഷൻ അങ്ങ് പ്രഖ്യാപിക്കും. ഇതൊന്നും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, കൃത്യമായിട്ട് പറയാം, ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയതും BJPക്ക് കിട്ടിയതും ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ കിട്ടിയൊരു അടിയുണ്ട്. അത് തലയ്ക്കുള്ള അടി തന്നെയാണ്. പ്രതിപക്ഷം ഇതേപോലെ ഒന്നടങ്കം ഒറ്റക്കെട്ടാവുമെന്ന് മോദിയും BJPയും ധരിച്ചില്ല. അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടി അംഗങ്ങൾ പോലും അവരുടെ കൂടെ കീനായിട്ട് നിന്നില്ല. ഇതൊക്കെയാണ് തരുന്ന മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്ലാസിക് പാഠം. അതായത് എപ്പിക്കായിട്ട് പറയുകയാണെങ്കിൽ, മോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തോറ്റോടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.